ഹരേ കൃഷ്ണ. നമ്മുടെ ഭാഗവത കഥകൾ തുടരുന്നു. കൃഷ്ണാഗമനം ഭാഗം 2. കംസ, നീ ഒരു പമ്പര വിഡ്ഢിയാണ്. നിന്റെ ഈ സഹോദരിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും എന്നതായിരുന്നു അശരീരി. ആകാശത്തു നിന്നുള്ള ഈ പ്രവചനം കേട്ട കംസൻ ദേവകിയുടെ തലമുടി ചുറ്റിപ്പിടിച്ച് അവളെ വധിക്കാൻ വാളുയർത്തി. കംസന്റെ പെരുമാറ്റത്തിൽ വസുദേവർ അമ്പരന്നുപോയി. എന്നാൽ അപകടം നിറഞ്ഞ അവസ്ഥ ഒഴിവാക്കാനായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: സഹോദരിയിൽ നിന്ന് അങ്ങേക്ക് ആപത്ത് വരുമെന്ന ഭയമില്ലല്ലോ. എന്നെങ്കിലും അവൾക്ക് പുത്രന്മാരുണ്ടായാൽ അവരെയെല്ലാം ഉടൻ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചു കൊള്ളാമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. വസുദേവർ അങ്ങേയറ്റം ശ്രേഷ്ഠനായിരുന്നു. അങ്ങനെയിരിക്കെ 1ാമത്തെ പുത്രൻ പിറന്നപ്പോൾ വസുദേവർ തൻ്റെ പ്രതിജ്ഞ പാലിച്ചു. തൻ്റെ ആദ്യ സന്താനത്തെ കംസന്റെ കയ്യിൽ കൊടുക്കുക എന്നത് വസുദേവർക്ക് അത്യന്തം വേദനാകരമായിരുന്നു. വസുദേവരുടെ പ്രവൃത്തിയിൽ കംസൻ സംതൃപ്തനായി. വസുദേവരുടെ പെരുമാറ്റത്താൽ മനസ്സിൽ അല്പം അലിവ് തോന്നിയ കംസൻ: പ്രിയപ്പെട്ട വസുദേവ, ഈ കുട്ടിയെ എനിക്കു തരേണ്ടതില്ല. ഈ കുഞ്ഞിൽ നിന്ന് എനിക്ക് ആപത്തൊന്നുമില്ലല്ലോ. നിനക്കും ദേവതയ്ക്കും ജനിക്കുന്ന 8ാമത്തെ കുട്ടി എന്നെ വധിക്കുമെന്നാണല്ലോ അശരീരി. അതിനാൽ ഈ കുട്ടിയെ നീ തിരിച്ചു കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ നാരദമുനി കംസന്റെ കൊട്ടാരത്തിലെത്തുന്നു. ദേവകിയുടെ ആദ്യ സന്താനത്തെ കംസൻ തിരികെ കൊടുത്തു എന്ന വിവരം അറിഞ്ഞാണ് നാരദ മഹർഷിയുടെ വരവ്. എത്രയും വേഗം കൃഷ്ണാവതാരത്തിനു വേഗം കൂട്ടുകയായിരുന്നു നാരദരുടെ ലക്ഷ്യം. അതിനാൽ നാരദമുനി കംസന്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് കംസന് അറിവ് നൽകുന്നു. പൂർവ്വജന്മത്തിൽ താൻ കാലനേമി എന്ന അസുരനായിരുന്നെന്നും വിഷ്ണുവാണ് തന്നെ നിഗ്രഹിച്ചതെന്നും അയാൾ മനസ്സിലാക്കുന്നു. പൂർവ്വജന്മത്തിലേതുപോലെ തന്നെ ഭഗവാന്റെ കയ്യിൽ നിന്നുമായിരിക്കും തൻ്റെ അന്ത്യമെന്നും ദേവകിയുടെ 8ാമത്തെ പുത്രൻ ഭഗവാൻ തന്നെയായിരിക്കുമെന്നും കംസൻ ഭയപ്പെട്ടു. മാത്രമല്ല, യദുകുലത്തിലെ വിവിധ കുടുംബങ്ങളിൽ ദേവന്മാർ ജന്മമെടുക്കാൻ പോകുന്ന വിവരം നാരദനിൽ നിന്നു കേട്ടറിഞ്ഞ കംസൻ ജാഗരൂകനായി. ദേവന്മാർ ഇപ്പോൾ തന്നെ ഭൂമിയിൽ അവതരിക്കുന്ന സ്ഥിതിക്ക് ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരത്തിന് ഇനി അമാന്തമുണ്ടാവില്ലെന്ന് കംസന് ബോധ്യമായി. ഉടൻ തന്നെ അയാൾ ദേവകിയെയും ഭർത്താവായ വസുദേവരെയും ബന്ധനസ്ഥരാക്കി കാരാഗ്രഹത്തിൽ പാർപ്പിച്ചു. ദേവകിയുടെ ഓരോ പുത്രന്മാരും തന്നെ വധിക്കാനുള്ള സഖ്യത്തിലെ കൂട്ടാളികളാവാൻ സാധ്യതയുണ്ടെന്ന് നിരൂപിച്ച് കംസൻ നിഷ്ഠൂരമായി ദേവകിയുടെ ഓരോരോ പുത്രന്മാരെയും വധിക്കുവാൻ തുടങ്ങി. അങ്ങനെ ദേവകി 7ാമതും ഗർഭം ധരിച്ചു. ദേവകിയുടെ ഗർഭത്തിൽ അവതരിച്ചത് കൃഷ്ണന്റെ തന്നെ അംശമായ അനന്തനായിരുന്നു. കൃഷ്ണൻ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധിപനാണ്. പരമപുരുഷന്റെ മുഖ്യ ശക്തിയായ യോഗമായ ദുർഗ, ഭദ്രകാളി, വിജയ, വൈഷ്ണവി, ഈശാനി, ശാരദ, അംബിക, മായ എന്നീ വിവിധ രൂപങ്ങളിൽ ആരാധിക്കപ്പെടുന്നു. ഭഗവാൻ തൻ്റെ യോഗമായയോട് തൻ്റെ തന്നെ അംശമായ അനന്തശേഷനെ ദേവകിയുടെ ഗർഭത്തിൽ നിന്നും വസുദേവരുടെ തന്നെ മറ്റൊരു പത്നിയായ രോഹിണി മാതാവിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെടുന്നു. അങ്ങനെ ദേവകിയുടെ 7ാമത്തെ ഗർഭം അലസിപ്പോയതായി ലോകർ കരുതി. തുടർന്ന് യോഗമായയോട് ഭഗവാൻ പറഞ്ഞു: ഞാൻ എൻ്റെ എല്ലാ ശക്തികളോടും കൂടി ദേവകിയുടെ ഗർഭത്തിൽ ആവിർഭവിക്കാൻ പോവുകയാണെന്നും ഭവതിയാവട്ടെ വൃന്ദാവനത്തിൽ നന്ദൻ്റെയും യശോദയുടെയും പുത്രിയായി ജന്മമെടുക്കേണ്ടതാണെന്നും അറിയിക്കുന്നു. അങ്ങനെ കൃഷ്ണൻ ദേവകിയുടെ ഗർഭത്തിലും യോഗമായ യശോദയുടെ ഗർഭത്തിലും സഹോദരന്മാരായി അവതാരം എടുക്കുന്നു. ജ്വലിക്കുന്ന രശ്മികളുള്ള സൂര്യനെ പോലെ ദേവകി തേജസ്വിനിയായി കാണപ്പെട്ടു. ദേവകി കംസന്റെ കൊട്ടാരത്തിൽ കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥയായിരുന്നതിനാൽ പരമദിവ്യോത്തമ പുരുഷനെ ഗർഭത്തിൽ പേറുന്ന അവളുടെ അതീന്ദ്രിയ സൗന്ദര്യം ദർശിക്കാൻ ആർക്കും സാധിച്ചില്ല. എന്നാൽ തൻ്റെ സഹോദരി ദേവകിയുടെ അതീന്ദ്രിയ സൗന്ദര്യം കംസന് കാണാൻ കഴിഞ്ഞു. ഇതിനു മുൻപ് ഇത്രയും സുന്ദരിയായി കംസൻ അവളെ കണ്ടിട്ടില്ല. അങ്ങനെ പരമാത്മാവ് അവളുടെ ഗർഭത്തിൽ കുടികൊള്ളുന്നു എന്ന് കംസൻ മനസ്സിലാക്കി. സമീപഭാവിയിൽ പരമാത്മാവ് തന്നെ നിഗ്രഹിക്കും, തീർച്ച. അദ്ദേഹം എത്തിക്കഴിഞ്ഞു. കംസൻ ചിന്താകുലനായി. ഈ സമയത്ത് ദേവകിയെ നിഗ്രഹിച്ചാൽ ഉണ്ടാവുന്ന
വരും വരായ്മകളുടെ വിവിധ വശങ്ങളെക്കുറിച്ച് കംസൻ ചിന്തിച്ചു നോക്കി. ഒടുവിൽ തൽക്കാലം ദേവകിയെ ഇപ്പോൾ വധിക്കേണ്ടെന്നും അനിവാര്യമായ ഭാവിക്ക് വേണ്ടി കാത്തിരിക്കാമെന്നും കംസൻ തീരുമാനിച്ചു. അങ്ങനെ പിറന്നു വീഴുന്ന കുട്ടിയെ അപ്പോൾ തന്നെ കൊന്നുകളയാമെന്ന പ്രതീക്ഷയിൽ കുട്ടിയെ കയ്യിൽ കിട്ടാൻ വേണ്ടി കംസൻ ക്ഷമയോടുകൂടി കാത്തിരുന്നു. ഹരേ കൃഷ്ണ. രാധേ രാധേ.